മറ്റൊറ്റപ്പെട്ട സംഭവമായിരുന്നു ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ പിഴവിൽ കൂടുതൽ പേരെ പ്രതി ചേർക്കാൻ പോലീസ്. നിലവിലെ ഏക പ്രതി ഡോക്ടർ ലളിതാംബിക കരുണാകരനെ ഉടൻ ചോദ്യം ചെയ്യും. ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ജെ ഷാഹിദയും നഴ്സിംഗ് ഓഫീസർ PS ധന്യയും പ്രതികളാകും. ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്ത ആർട്ടറി ഫോസെപ്സ് നാളെ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. നിലവിൽ കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന ഉഷ ജോസഫിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടേഴ്സ് അറിയിക്കുകയും ചെയ്യുന്നു. അശ്വിൻ ബാലാഴിയും വിപിൻ സി വിജയനും ഏറ്റവും പുതിയ വിവരങ്ങളും ചേരുന്നു. ആദ്യം അശ്വിനിലേക്ക് തന്നെ പോകണം. അശ്വിൻ, ഗുഡ് മോർണിംഗ്. അപ്പോൾ അശ്വിൻ കേരളത്തെ അറിയിച്ച വാർത്തയാണ്. ആ വാർത്ത ഇങ്ങനെ വികാസം പ്രാപിക്കുന്നുണ്ട്. അതിൽ നടപടികളിലേക്കൊക്കെ പോകുന്നു എന്ന് തോന്നുന്നു. എന്തായാലും അന്ന് തന്നെ സംശയം ഉണ്ടായിരുന്നു, ഈ എങ്ങനെയാണ് യൂണിറ്റ് ചീഫ് മാത്രം പ്രതിയാവുക, പേപ്പറിൽ തന്നെ പേരുള്ള സർജറി ചെയ്ത ആൾ പ്രതിയാവാതിരിക്കുക എന്ന സംശയം. എന്തായാലും ആ സംശയം തീരുന്നു അല്ലേ അശ്വിൻ? ഹാഷ്മി സ്മിത, വെരി ഗുഡ് മോർണിംഗ്. അത്തരത്തിലുള്ള സംശയവും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുമൊക്കെ ആദ്യ FIR ഇന്നലെ പുറത്തു വന്നപ്പോൾ ഉണ്ടായിരുന്നു. അതിൽ പ്രതിയായിരുന്നത് ഈ യൂണിറ്റ് ചീഫായിരുന്ന ഡോക്ടർ ലളിതാംബിക കരുണാകരൻ മാത്രമായിരുന്നു. അത് എന്തുകൊണ്ടാണ് എന്നുള്ളതൊരു വിശദീകരണം പോലീസ് ഇപ്പോൾ നൽകുകയാണ്. നിലവിൽ FIR സ്വാഭാവികം വിടുന്നത് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ആദ്യമായി ചെയ്യുന്നത് മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്, ഒപ്പം ബന്ധുക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ്. ആ പരാതിയിൽ രണ്ടുപേരുടെ അസിസ്റ്റന്റ് ജെ ഷാഹിദയുടെ പോസ്റ്റ് അടക്കം പറഞ്ഞുകൊണ്ടാണ് പരാതി നൽകിയിരുന്നെങ്കിലും അതിനുശേഷം എടുത്ത ഇവരുടെ മൊഴിയിൽ ഡോക്ടർ ലളിതാംബിക കരുണാകരന്റെ പേര് മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് FIR-ൽ ഇവരെ മാത്രം പ്രതിയെടുത്തുകൊണ്ട് ഒരു FIR രജിസ്റ്റർ ചെയ്തെന്നുള്ളതാണ് പോലീസിന്റെ വിശദീകരണം. ഇനിയിപ്പോൾ തുടരന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഈ സർജറി ചെയ്ത ഡോക്ടർ ജെ ഷാഹിദയും ഒപ്പം നഴ്സിംഗ് ഓഫീസറായിരുന്ന ധന്യ PS അടക്കം പ്രതികളാകുന്നത്. അവരെ കൂടി പ്രതി ചേർത്തുള്ള വിപുലമായ ഒരു പ്രതിപട്ടിക ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും. ഏകദേശം ഒരു 8ഓളം പേർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ചികിത്സാ പിഴവിൽ പ്രതികളാകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിന്റെ നടപടികൾ പുരോഗമിക്കുകയാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇന്നലെ പൂർത്തിയായിട്ടുണ്ട്. അത് ഈ നിലവിൽ ഇതിൽ ഇരയായിട്ടുള്ള ഉഷയുടെ ചികിത്സാ രേഖകൾ, അതായത് ആശുപത്രി ഭാഷയിൽ പറഞ്ഞാൽ കേസ് ഷീറ്റ് പോലീസ് ബന്ദോബസ്തിലാക്കുക എന്നുള്ളതായിരുന്നു. അത് ഇന്നലെ പോലീസ് അത് ബന്ദോബസ്തിലാക്കിയിട്ടുണ്ട്. അതിൽ ഉഷയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട സമഗ്ര വിവരങ്ങളുണ്ട്. അതിൽ ആരൊക്കെ പങ്കെടുത്തു, ഈ ഓപ്പറേഷനിൽ ആരൊക്കെ പങ്കെടുത്തു, ഇതെടുക്കുമ്പോൾ ഉണ്ടായിരുന്ന, ഈ ഓപ്പറേഷൻ നടത്തുമ്പോൾ ഉണ്ടായിരുന്ന ഉഷയുടെ ആരോഗ്യനില എങ്ങനെയായിരുന്നു എന്നടക്കമുള്ള സമഗ്ര വിവരങ്ങൾ അടങ്ങിയ കേസ് ഷീറ്റാണ് ഇന്നലെ പോലീസ് ബന്ദോബസ്തിലെടുത്തിരിക്കുന്നത്. ഒപ്പം ആശുപത്രി സൂപ്രണ്ട് അടക്കം അന്ന് ഈ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആളുകളെ അടക്കം പോലീസ് വിശദമായി ചോദ്യം ചെയ്തിട്ടുണ്ട്. ഒപ്പം ഓപ്പറേഷന് മുമ്പ് ഉഷയുടെ വിവരങ്ങൾ, ഉഷയിൽ നിന്നും മൊഴി രേഖപ്പെടുത്തിയിരുന്നത് മൊബൈൽ ഫോൺ മുഖേനയാണ് ഉഷയിൽ നിന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ചത്. അതിലാണ് കൂടുതൽ ആളുകളുടെ പേര് വിവരങ്ങൾ പറഞ്ഞിട്ടില്ല, പക്ഷേ അന്നുണ്ടായിരുന്ന ആളുകളുടെ സൂചനകളാണ് നൽകിയിരിക്കുന്നത്. ആ സൂചനയുടെ അടിസ്ഥാനത്തിൽ അന്നത്തെ കേസ് ഷീറ്റ് അടക്കം പരിശോധിച്ച് ഈ സംഘത്തിലുണ്ടായിരുന്ന ആളുകളെ പൂർണ്ണമായും പോലീസ് ട്രാക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ പലരും ഇന്ന് സർവീസിലില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അവർക്കെതിരായ നടപടി എങ്ങനെ വേണം എന്നുള്ളത് ആരോഗ്യ വകുപ്പും നിലവിൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇന്നലെ പുറത്തെടുത്ത ആർട്ടറി ഫോർസെപ്സ് എന്ന ഉപകരണം, അത് കണ്ടാൽ അക്ഷരാർത്ഥത്തിൽ നമ്മൾ ഞെട്ടിപ്പോകും. അതിന്റെ ചിത്രവും ആദ്യം പുറത്തേക്ക് വിടുന്നത് നമ്മളാണ്. അത്രയും വലിപ്പമുള്ള ഒരു ആർട്ടറി ഫോർസെപ്സ് ആണ് എന്നുള്ളത് നമ്മൾ പോലും കരുതിയിരുന്നില്ല. കാരണം ആദ്യ ദിവസം ഈ ഡോക്ടർ ലളിതാംബിക കരുണാകരൻ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ വളരെ വിചിത്രമായ ഒരു പ്രസ്താവനയുണ്ട്, ഒരു പ്രതികരണമുണ്ട്. അത് വളരെ ചെറിയൊരു സാധനമാണ്, അത് എക്സ്റേയിലേക്ക് വന്നപ്പോൾ അത് വലുതായി തോന്നിയതാണ് എന്നുള്ളതായിരുന്നു അവരുടെ പ്രതികരണം. പക്ഷേ അത് കത്രിയൊന്നുമില്ല, അത് മസ്കിറ്റോ എന്നുള്ള സാധനമാണ്. ആ സാധനം ചെറുതാണ്, അത് 50 വർഷമൊന്നും കിടന്ന ഒരു കുഴപ്പമില്ല. എന്ന് പറഞ്ഞാൽ 20 വർഷം മുമ്പ് ഏതോ സർജറി ഉണ്ടായിരുന്നു, ഇതായിരുന്നു ആ സാധനം ഒടിഞ്ഞതിൻ്റെ ഒരു ഭാഗം കേട്ടോ. അത് ആ ഒടിഞ്ഞതിൻ്റെ ഭാഗം കൂടി എടുത്ത്. അപ്പോൾ ഇത്രയും വലിയ സാധനമാണ് അത്. പിന്നെ ശുദ്ധമായ കത്രിക, ഇനി എന്ത് അതിന് മെഡിക്കൽ ടൈം പറഞ്ഞാലും നമ്മുടെ കണ്ണിൽ അത് നല്ല ഒന്നാം തരം കത്രികയാണ്. ആ കത്രികയുടെ അഗ്രഭാഗത്തിൽ ഒന്ന് ഒടിഞ്ഞ് ഇരിക്കുന്നതാണ് രണ്ടാമത്തെ പീസിൽ, അതും ഒടിഞ്ഞ് വയറ്റി കിടക്കായിരുന്നു. അപ്പോൾ ആ കത്രികയ്ക്ക് പോലും ഗുണനിലവാരമുള്ള കത്രികയാണോ, അങ്ങനെ ഒടിഞ്ഞു പോകുന്ന കത്രികയാണോ എന്നൊരു സംശയം ഉണ്ടല്ലോ അല്ലേ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.